അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ രണ്ടുപേരും 4 മണിക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാനും കുഞ്ഞു അവിടെ നിന്ന് പല്ല് തേക്കുന്നതാണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ ചായ വയ്ക്കുകയാണ്. കുറച്ച് ചായ കട്ടൻ ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ദോശയ്ക്ക് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇന്നലെ രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൈൻഡറിൽ മിക്സി കിട്ടിയിട്ടില്ല കേട്ടോ. മിക്സി നേരാക്കാൻ ഇന്ന് ടെക്നീഷ്യൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഗ്രൈൻഡറിൽ അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചായ വെച്ച് നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ചോറൊന്നും രാവിലെ തന്നെ എണീച്ച് കഴിക്കാൻ പറ്റില്ല. കുഞ്ഞ് തീരെ കഴിക്കില്ല. പിന്നെ എനിക്കും ചോറ് കഴിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ. രാവിലെ തന്നെ ചോറ് തിന്നാൻ പറ്റില്ല. അപ്പോൾ ദോശയാകുമ്പോൾ നമുക്ക് ചൂടോടെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അതാകുമ്പോൾ 2-3 നമുക്ക് കഴിക്കാൻ പറ്റണമുണ്ട് കേട്ടോ. ചൂട്ടോടെ ആയ കാരണം സാമ്പാറും ഒക്കെ ഞാൻ ചൂടാക്കി രാത്രിയാണ് സാമ്പാർ വെച്ചത്. അപ്പോൾ സാമ്പാറും ചായയും ദോശയൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. കുഞ്ഞ് 3-4 ദോശയൊക്കെ കഴിച്ചു കേട്ടോ. ചോറ് കഴിക്കണേക്കാളും ചോറാകുമ്പോൾ നമ്മൾ 2 വെട്ടിക്ക് കഴിക്കുള്ളൂ. നമുക്ക് കഴിക്കാൻ പറ്റില്ല അത്രയും നേരത്തെ എണീച്ചിട്ട്. ഇനിയിപ്പോൾ കഴിക്കാൻ പറ്റുന്നവരും ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു, ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനും കുഞ്ഞും കൂടിയിട്ട് എന്നിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ ദോശമാവൊക്കെ നിങ്ങളൊന്ന് അരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ എന്താ പറയുക, ആൺകുട്ടികളായാലും പെൺകുട്ടികളാണെങ്കിലും ചോറ് തിന്നാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ദോശയുടെ മാവൊക്കെ അരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിള്ളേർക്ക് ദോശ ചുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കാനും സുഖമല്ലേ. അവർ ഒപ്പം ചുട്ടിട്ട് അവരൊപ്പം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 കഴിക്കും കേട്ടോ പിള്ളേർ. ദോശ ആകുമ്പോഴും നമ്മുടെ അരിയും ഉഴുന്നും ചോറും ഒക്കെ തന്നെയല്ലേ അതിൽ ചേർത്തിട്ട് തന്നെയല്ലേ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വയറ്റിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. പിന്നെ എന്താ പറയുക, കുറേ നേരമൊന്നും നമുക്ക് അങ്ങനെ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുഞ്ഞിനുള്ള ദോശ ഒരെണ്ണം ചുട്ടിട്ട് ഞാൻ കൊടുത്തു. പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ചുട്ട് കൊടുക്കും. അങ്ങനെ അവർ 4-3 കഴിച്ചിട്ട് 3 കഴിച്ചിട്ട് കുഞ്ഞോ 4 കഴിച്ചു കേട്ടോ. അവൻ നല്ല കനം കുറഞ്ഞ ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ചായയും കട്ടൻ ചായയും കൊടുത്തു. പിന്നെ ഞാനും അതുപോലെ ഒരു 3 ദോശ ഉണ്ടാക്കിയിട്ട് ഞാനും കഴിച്ചു കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ കിടന്നു. ഇത് ഇനിയിപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ നോമ്പറക്കുമ്പോൾ ഇന്ന് ചായയുടെ കടി ഉണ്ടാക്കുന്നതും നോമ്പറക്കുമ്പോഴേക്കുള്ള ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം. എല്ലാം കൂടിയിട്ട് ഇന്ന് കാണിക്കാൻ പറ്റില്ല. നമ്മൾ 2 മണിക്കല്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറേശ്ശായിട്ട് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനും ദോശ കഴിക്കായിരുന്നു കേട്ടോ. കുഞ്ഞുൻ്റെ കഴിഞ്ഞു കഴിക്കൽ. ഞാൻ അവനുണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഉണ്ടാക്കിയത്. എന്നിട്ട് കഴിക്കാൻ നല്ല കനം കുറഞ്ഞ ദോശയായിരുന്നു കേട്ടോ. നമുക്ക് ഗ്രൈൻഡറിൽ ദോശയുടെ മാവ് അരച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. നമ്മൾ മിക്സിയിൽ അരച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. ദോശയൊക്കെ ചായ കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ വെച്ചിട്ട് ഇരിക്കുകയാണ്. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ എന്താ പറയുക, വാങ്ങ കൊടുക്കുക സമയമുണ്ടല്ലോ 5:18 ആയിട്ട് വാങ്ങ കൊടുക്കുക. നമുക്ക് അതിൻ്റെ ഇടയിൽ കുറേശ്ശെ വെള്ളമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം ചെന്നിട്ടില്ലെങ്കിലാണ് നമുക്ക് മൂത്രം കടിച്ചിലും മൂത്രച്ചൂടും അങ്ങനെയുള്ളതൊക്കെ വരുള്ളൂ. അപ്പം അത്യാവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുടിക്കുക. നമുക്ക് രാവിലെ നല്ല വെയിലല്ലേ, അപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് വെയിലുള്ള സമയത്ത് നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വയ്യാതാവും. എല്ലാവരും തോനെ വെള്ളം കുടിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമുക്ക് ഒറ്റയടിക്കൊന്നും തോനെ വെള്ളം ഒഴിച്ചൊന്നും കുടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് കുടിക്കാൻ പറ്റില്ല. ഇനി കുടിക്കണവരും ഉണ്ടാവും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് സമയമുണ്ടല്ലോ, ഒത്തിരി നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ കുറേശ്ശെ ആയിട്ട് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതൊരു സുഖം കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. 4:30 ആയിട്ടുള്ളൂ, സമയമുണ്ട്. കുഞ്ഞൂടെ ഉണ്ട് കേട്ടോ. കുഞ്ഞും തണുക്കത്ര, എനിക്ക് ഉഷ്ണിച്ചിട്ട് വയ്യ. അപ്പോൾ എല്ലാവരെയും വെള്ളം കുടിച്ചോളാൻ പറഞ്ഞിട്ടൊന്നും ഉപദേശിച്ചതാട്ടോ. വെള്ളം കുടിച്ചില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ നമുക്കൊക്കെ, അത്രയും ചൂടല്ലേ. അപ്പോൾ പിന്നെ കഴിഞ്ഞിട്ട് നിസ്കാരമായിട്ട് നമ്മളിവിടേക്ക് ശരിക്കും വാങ്ങി കൊടുക്കണമെന്നൊന്നും കേൾക്കില്ല. പുറത്ത് പോയി നിന്നാലേ കേൾക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നിസ്കരിച്ചു. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യും എന്തിനാണ് നിസ്കരിക്കുന്നതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നത് ചോദിച്ചിട്ട്. പക്ഷേ ഞാൻ നിസ്കരിക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ മുസല്ല ഇടുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പറയും നിസ്കരിച്ചിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആരും നിസ്കാരമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊന്നും പറയരുത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കിടന്നു. പിന്നെ ഒരു 8 മണിയൊക്കെ ആയിട്ട് എണീക്കുമ്പോൾ
എണീച്ച് പിന്നെ പിള്ളേരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കട്ടെ, അവരെയൊക്കെ കുളിപ്പിച്ച് അവർക്കും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒത്തിരി ഉറക്കത്തിൽ വിട്ടുപോയി, നേരം വൈകി, അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവരെ ഞങ്ങളുടെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആച്ചോട്ടനും വിഷമോളനെ രണ്ടാളും ഞാൻ കിടന്നുറങ്ങിയപ്പോൾ അവരെല്ലാവരും അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ഇതാ ഞാൻ തുടയ്ക്കുകയാണ്. നമുക്ക് നമ്മുടെ മിക്സി ശരിക്കും പോലെ അങ്ങോട്ട് റെഡി ആയിട്ടില്ല. നമുക്ക് എന്താ പറയുക, ടെക്നീഷ്യൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നേരാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്സി ഇരിക്കുന്നത് കടയിലായിരുന്നു, അപ്പോൾ അത് എടുക്കാനായിട്ട് എനിക്ക് പോകണം. അപ്പോൾ വേഗം പണികളൊക്കെ കഴിച്ചിട്ട് അതിന് പോവാച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടം രാവിലെ അത്താഴത്തിന് കഴിക്കാൻ ചോറ് ഇഷ്ടമില്ല, അതുപോലെ വല്ല ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളൊക്കെ ഇന്ന് എന്താ അത്താഴത്തിന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, വെറുതെ അറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വിശേഷങ്ങളെല്ലാതും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിൽ ചോദിച്ചെന്നുള്ളൂ കേട്ടോ. സൗണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇന്നലെ ആയിരുന്നു നമ്മുടെ പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും ഇന്ന് രണ്ടാമത്തെ നോമ്പാണ് അല്ലേ. അവർക്കൊക്കെ ഇന്നലെ ആയിരുന്നു കേട്ടോ നോമ്പുണ്ടായിരുന്നത്. നമ്മുടെ ഒരു പ്രവാസിയായ ഒരു നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അവർ ഇന്നത്തെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ എന്നത്തെയും പോലെ തന്നെയാണ്. പിന്നെ അത്താഴത്തിന് എണീക്കും, രാവിലെ നേരത്തെ എണീക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും, അതല്ലെങ്കിൽ വെറുതെ വെള്ളം കുടിച്ചിട്ട് പോയി കിടക്കും, അങ്ങനെ ചെയ്യാറ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് തിന്നാൻ എനിക്കും താല്പര്യമില്ല, കുഞ്ഞുനും ഇഷ്ടമില്ല രാവിലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറ് തിന്നാൻ സാധിക്കില്ല. പിന്നെ എന്തെങ്കിലും ഇതുപോലെയൊക്കെ ഇനിയിപ്പോൾ നമ്മൾ നോമ്പിന് ഉണ്ടാക്കി വല്ല പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ പത്തിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ പിന്നെ അതൊക്കെ കഴിക്കും കേട്ടോ. ഇന്ന് പിന്നെ തുടക്കമല്ലേ, അതുകൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കി കഴിച്ചു. ദോശ ഉണ്ടാക്കി കഴിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ, അത് കഴിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അലക്കിയിട്ടതൊക്കെ വാഷിംഗ് മെഷീനിൽ കിടക്കുമായിരുന്നു, അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു, അതും കൂടിയും കഴുകി വെച്ച് നമ്മുടെ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്കൊന്ന് കുളിക്കണം, കുളിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്, വടക്കാഞ്ചേരിക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടിയിൽ എണ്ണയും കഴിഞ്ഞേക്കാണ്, അപ്പോൾ എണ്ണ ഒന്ന് അടിക്കണം. കുറേ ദിവസമായി എണ്ണ അടിച്ചിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മദ്രസ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ രാവിലെ മദ്രസയിലേക്ക് കൊണ്ടാക്കാൻ പോകുമ്പോൾ ഞാൻ എണ്ണ അടിക്കാറ്. അപ്പോൾ എണ്ണ അടിച്ചിട്ട് വരണം പോയിട്ട്. അപ്പോൾ പണികളൊക്കെ കൂടെ കുളി കഴിഞ്ഞു മേടിക്കണം. ഇനി എന്താ പറയുക, ഔട്ടിംഗ് ഒന്നുമില്ല, നമ്മുടെ മിക്സി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആളിന്ന് നേരെയൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കടയിലായിരിക്കണം, അതിവിടെ കൊടുന്നേക്കണം, വീട്ടിൽ കൊടുന്നേക്കണം, അല്ലെങ്കിൽ ആൾ ഉച്ച കഴിഞ്ഞിട്ടാവും വരിക. അപ്പോൾ കടയിൽ വെച്ചിട്ട് നേരാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാങ്ങിക്കാൻ പോകണ്ടേ, ആ സമയത്ത് പണികളുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോഴേ പോയിട്ട് ഇതിവിടെ മേടിച്ചു കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾ എപ്പോഴാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരേക്ക് കൊടുന്നേക്കും അങ്ങനെ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ ഒരാൾ കുളിച്ചിട്ട് തോർത്തും കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നോമ്പ് ഇനി തുറക്കണേൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.